ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ലൊരു നാടൻ ചേമ്പ് കറിയാണ്. നമ്മുടെ ഉമ്മമാരൊക്കെ നമുക്ക് വെച്ച് തന്നിട്ടുള്ള അതേ ടേസ്റ്റിൽ നാടൻ ചേമ്പ് കറിയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. ഈ ഒരു കറി മാത്രം മതി ഒരു കലം ചോറുണ്ണാൻ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു നാടൻ ചേമ്പ് കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ കുഞ്ഞൊരു ബെല്ലൈക്കൺ വരും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ആളെന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതാ ഞാനിവിടെ കണ്ണൻ ചേമ്പാണ് എടുത്തിട്ടുള്ളത്. നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു മൺചട്ടിയിലാണ് ഈ ഒരു കറി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ മുറിക്കുന്നില്ല, ഇതുപോലെ തന്നെ കറി തയ്യാറാക്കുകയാണ്. അപ്പോൾ ഇത് കറി ഒന്ന് കോരിയെടുക്കുമ്പോൾ നല്ലൊരു ലുക്കൊക്കെ കിട്ടും. ഇനി ഒരു 4 പച്ചമുളക് കീറിയതും പാകത്തിന് ഉപ്പും വെള്ളവും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. വേവാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റും കൂടി ഒന്ന് വേവിക്കാം, ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഒരു മുറി തേങ്ങ, ഒരു 4-5 ചുമന്നുള്ളി, 2 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 പച്ചമുളക്, പാകത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ചേമ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങയുടെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഒരു 2 കഷ്ണം കുടംപുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു പുളിപ്പിനൊക്കെ വേണ്ടിയിട്ടാണ്. വാളൻ പുളിയാണെങ്കിൽ അതായാലും കുഴപ്പമില്ല. ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ അരയ്ക്കുന്ന സമയത്ത് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്താൽ നമുക്ക് ഗ്യാസിനൊക്കെ നല്ലതാണ്. ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ചേമ്പായതുകൊണ്ട് ഗ്യാസ് ഉണ്ടാവാനൊക്കെ സാധ്യത ഉണ്ട്, അതുകൊണ്ട് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി താളിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, ചുമന്നുള്ളി ഇതെല്ലാം കൂടി താളിച്ചൊഴിക്കുകയാണ്. ആവശ്യത്തിന് കറിവേപ്പിലൂടെ ചേർത്ത് നമ്മുടെ കറിയിലേക്ക് താളിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ ചേമ്പ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകി വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ഒരു കലം ചോറുണ്ണാൻ. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ്, എന്നാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചേമ്പ് കറിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.